നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. വാൽപ്പാറ പച്ചമല എസ്റ്റേറ്റിൽ പുലി കടിച്ചുകൊണ്ടുപോയ 4.5 വയസ്സുകാരിയുടെ മൃതദേഹം കണ്ടെത്തി. ജാർഖണ്ഡ് സ്വദേശി മനോജ് കുന്ദയുടെ മകൾ റുസ്നിയുടെ മൃതദേഹമാണ് സമീപത്തെ തേയിലത്തോട്ടത്തിൽ നിന്ന് കണ്ടെത്തിയത്. തൃശൂരിലെ കോൺഗ്രസിലെ പടലപ്പിണക്കം, നേതാക്കളുമായുള്ള ചർച്ചയ്ക്ക് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നാളെ ജില്ലയിലെത്തും. തെക്കൻ പാലയൂരിൽ വീണ്ടും കുറുനേരിയുടെ ആക്രമണത്തിൽ 3 പേർക്ക് കടിയേറ്റു. മൂരാക്കൽ നിർമ്മല, കണ്ടംപുള്ളി വാസു, വന്നേരി ലളിത എന്നിവർക്കാണ് കടിയേറ്റത്. പാലയൂർ, തെക്കൻ പാലയൂർ മേഖലകളിലാണ് വ്യാപകമായ ആക്രമണമുണ്ടായത്. പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ചേർപ്പിൽ വളർത്തുകോഴികളെ തെരുവു നായ്ക്കൾ കടിച്ചുകൊന്നു. മാടക്കായി ജെയ്സൺ ആന്റണിയുടെ വീട്ടിലെ 50ഓളം കോഴികളെയാണ് തെരുവു നായ്ക്കൾ ആക്രമിച്ചത്. മുളങ്കുന്നത്തുകാവിൽ ലോറിയും കാറും കൂട്ടിയിടിച്ച അപകടത്തിൽ കാർ ഡ്രൈവർ വടക്കാഞ്ചേരി സ്വദേശി മോഹനന് നിസാര പരിക്കേറ്റു. അപകടത്തെ തുടർന്ന് പ്രദേശത്ത് വൻ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. തൃശൂർ ചൊവ്വൂർ 5-ാം കല്ലിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചു കയറി. 3 സ്ത്രീകൾക്ക് പരിക്കേറ്റു. കൊടുങ്ങല്ലൂരിൽ നിന്ന് തൃശൂരിലേക്ക് വരികയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. വൈദ്യുതി പോസ്റ്റിൽ നിന്ന് ഷോക്കേറ്റ് KSEB ജീവനക്കാരൻ മരിച്ചു. കാഞ്ഞിരക്കോട് കൊടുമ്പ് ചാത്തഞ്ചിറ സ്വദേശി 42 വയസ്സുള്ള സുധാകരനാണ് മരിച്ചത്. കുമരനെല്ലൂർ മരക്കമ്പനി പരിസരത്ത് ജോലിക്കിടെ ഷോക്കേൽക്കുകയായിരുന്നു. KSRTC ബസ്സിൽ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ യുവാവ് വീണ്ടും അറസ്റ്റിൽ. കോഴിക്കോട് സ്വദേശി സവാദാണ് അറസ്റ്റിലായത്. ഈ മാസം 14-ന് മലപ്പുറത്തേക്കുള്ള KSRTC ബസ്സിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ സ്വർണ്ണ കിരീടം കാണാതായ സംഭവത്തിൽ ഉത്തരവാദിത്വമില്ലെന്ന് ക്ഷേത്ര ഉപദേശക സമിതി. ആഘോഷങ്ങൾ നടത്തുന്നതും ക്ഷേത്രത്തിലെ ദൈനംദിന പ്രവർത്തനങ്ങളുമാണ് ഉപദേശക സമിതിയുടെ ചുമതലയെന്ന് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ജയൻ TCVയോട് പറഞ്ഞു. പാൽവില വർധന സംബന്ധിച്ച് മിൽമ ഉടൻ തീരുമാനമെടുക്കും. വിലവർധനവ് സംബന്ധിച്ച് തൃശൂർ ഉൾപ്പെട്ട എറണാകുളം മേഖലാ യൂണിയൻ നേരത്തെ ശുപാർശ നൽകിയിരുന്നു. ലിറ്ററിന് 10 രൂപ വർദ്ധിപ്പിക്കണമെന്നാണ് നിർദ്ദേശം. BJP തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര യോഗ ദിനം ആചരിച്ചു. നമോഭവനിൽ നടന്ന ചടങ്ങിന് യോഗാചാര്യൻ അനീഷ് ഇയാൽ നേതൃത്വം നൽകി. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് തോളൂർ പഞ്ചായത്തിൽ യോഗാ ദിനം ആചരിച്ചു. പറപ്പൂർ രാജീവ് ഗാന്ധി സാംസ്കാരിക നിലയത്തിൽ നടന്ന യോഗാ ദിനാചരണം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്തു. വടക്കുംനാഥൻ വോക്കേഴ്സ് ക്ലബ്ബ് വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയിൽ യോഗാ ദിനം ആചരിച്ചു. യോഗാ പരിശീലക സ്മിത സുരേഷ് ക്ലാസിന് നേതൃത്വം നൽകി. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് മുണ്ടത്തിക്കോട് സ്നേഹക്കൂടാരം കലാകായിക സാംസ്കാരിക വേദി യോഗാ പരിശീലനം നൽകി. ടിജോ ജോസ്, സുദീപ് അന്തക്കൽ, രാജു മാരാത്ത്, രഞ്ജിത്ത് കളരിക്കൽ എന്നിവർ നേതൃത്വം നൽകി. ചെറുതുരുത്തി ദേശീയ ആയുർവേദ പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ കലാമണ്ഡലം കൂത്തമ്പലത്തിൽ അന്താരാഷ്ട്ര യോഗ ദിനം ആചരിച്ചു. 300-ലേറെ പേർ പങ്കെടുത്തു. സമഗ്ര ശിക്ഷ കേരളം പദ്ധതിയെ തകർക്കുന്ന കേന്ദ്ര നിലപാടിനെതിരെ KSTA കൊടുങ്ങല്ലൂർ ഉപജില്ലാ കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. KKTM ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം നടന്ന ധർണ KSTA ജില്ലാ പ്രവർത്തക സമിതി അംഗം PC സിംല ഉദ്ഘാടനം ചെയ്തു. ബംഗളൂരുവിൽ നടന്ന ദേശീയ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇരട്ട സ്വർണം നേടി ലോക ചാമ്പ്യൻഷിപ്പിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട വെള്ളിക്കുളങ്ങര സ്വദേശി പോൾദാസ് കിഴക്കേ പീടികയെ മറ്റത്തൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. പ്രസിഡന്റ് അശ്വതി വിബി ഉപഹാരം സമ്മാനിച്ചു. തൃശൂർ പബ്ലിക് ലൈബ്രറിയും മലയാള ഐക്യവേദിയും സംയുക്തമായി മാതൃഭാഷയും വൈജ്ഞാനിക സമൂഹ നിർമ്മിതിയും എന്ന വിഷയത്തിൽ സംവാദം സംഘടിപ്പിച്ചു. പബ്ലിക് ലൈബ്രറി ഹാളിൽ നടന്ന സംവാദം ഡോക്ടർ PV കൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ എടത്തുരുത്തി പഞ്ചായത്തിലെ ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിച്ചു. ചാമക്കാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പാണ് CPM നേതാക്കൾ സന്ദർശിച്ചത്. കോടാലി കൊരേച്ചാൽ ശ്രീദുർഗ ക്ഷേത്ര മൈതാനിയിലെ ഒരേക്കർ സ്ഥലത്ത് ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചു. ചെണ്ടുമല്ലി കൃഷിയുടെ ഉദ്ഘാടനം മറ്റത്തൂർ കൃഷി ഓഫീസർ ഡോക്ടർ VU ദിവ്യ നിർവഹിച്ചു. താന്യം സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ സംയുക്ത ഊട്ടുതിരുനാളിന് വികാരി ഫാദർ ടെഡ്സ് കുന്നപ്പള്ളി കൊടിയേറ്റി. ഈ മാസം 29-നാണ് ഊട്ടുതിരുനാൾ. മറ്റത്തൂർ സെന്റ് ജോസഫ് UP സ്കൂളിൽ വായനാ വാരാചരണത്തിന്റെ ഭാഗമായി വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ക്ലാസ് സംഘടിപ്പിച്ചു. എഴുത്തുകാരൻ സുഭാഷ് മൂന്നുമുറി ക്ലാസ് നയിച്ചു.
തൃശൂർ കോർപ്പറേഷന്റെയും സർക്കാർ ആയുർവേദ ഡിസ്പെൻസറിയുടെയും അയ്യന്തോൾ ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ യോഗാ ദിനം ആചരിച്ചു. കോർപ്പറേഷൻ അയ്യന്തോൾ സോണൽ ഓഫീസിൽ നടന്ന ദിനാചരണം കൗൺസിലർ സജിത ഷിബു ഉദ്ഘാടനം ചെയ്തു. പാവറട്ടി കുടുംബശ്രീയുടെ ഓണം നിറവ് പദ്ധതിയുടെ ഭാഗമായി ചെണ്ടുമല്ലി പച്ചക്കറി തൈകളുടെ വിതരണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീബ തോമസ് ഉദ്ഘാടനം ചെയ്തു. തൊയ്ക്കാവ് തിരുഹൃദയ ദേവാലയത്തിൽ ഊട്ടുതിരുനാളിന് കൊടിയേറി. ഫാദർ ജെയ്സൺ തെക്കുംപുറം കൊടിയേറ്റം നിർവഹിച്ചു. CPM വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ റാലി സംഘടിപ്പിച്ചു. പൊതുയോഗം CPM ജില്ലാ കമ്മിറ്റി അംഗം PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പുല്ലഴി ചെറിയ പാലത്തിൽ അടിഞ്ഞുകൂടിയ ചണ്ടിയും കുളവാഴയും 5 ദിവസത്തിനുള്ളിൽ നീക്കി തുടങ്ങുമെന്ന് ഇറിഗേഷൻ വകുപ്പ് അധികൃതർ അറിയിച്ചു. ജില്ലാ ഭരണകൂടം ഇടപെട്ട് സബ് കളക്ടർ അഖിൽ വി മേനോന്റെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനം. മാളയിലെ ജൂതപ്പള്ളിയുടെ മേൽക്കൂര തകർന്നു വീണ സംഭവത്തിൽ പരാതി ലഭിച്ചിട്ടും നടപടി സ്വീകരിക്കുന്നതിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ അക്കാര്യം പരിശോധിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ജൂതപ്പള്ളിയുടെ പൈതൃകവും സാംസ്കാരിക തനിമയും നിലനിർത്തുമെന്നും അതാണ് സർക്കാർ നിലപാടെന്നും മന്ത്രി. BJP തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭാരത് മാതാ പൂജയും ധർണയും നടത്തി. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ സ്വർണ്ണ കിരീടം കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് BJP പഴയന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേവസ്വം ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. BJP മണ്ഡലം പ്രസിഡന്റ് TC പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. CPM നേതൃത്വം നൽകുന്ന കടങ്ങോട് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ BJP പ്രതിഷേധം. തകർന്നു കിടക്കുന്ന തിപ്പിലിശ്ശേരി വെള്ളറക്കാട് റോഡിൽ ശയന പ്രദക്ഷിണം നടത്തിയും ചെളിവെള്ളത്തിൽ കുളിച്ചും പ്രവർത്തകർ പ്രതിഷേധിച്ചു. അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് യോഗ അസോസിയേഷൻ ഓഫ് തൃശൂരിന്റെയും ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെയും ആഭിമുഖ്യത്തിൽ യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു. VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന യോഗാ ദിനാചരണം ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യ സമര സേനാനി തരൂർ കോമ്പുക്കുട്ടി മേനോൻ സ്മാരക ഗ്രന്ഥാലയത്തിൽ യോഗാ ദിനം ആചരിച്ചു. സീനിയർ സിറ്റിസൺ ക്ലബിന്റെയും വിവേകാനന്ദ ക്ലബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. മഹാത്മാ അയ്യൻകാളി പുരസ്കാരം എഴുത്തുകാരൻ C ഗോപദാസിന് സമ്മാനിച്ചു. കോഴിക്കോട് മാനാഞ്ചിറ സ്പോർട്സ് കൗൺസിൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഗോപദാസ് പുരസ്കാരം ഏറ്റുവാങ്ങി. പാവറട്ടിയുടെ പഴയകാല ഫുട്ബോൾ താരം മനപ്പടി സ്വദേശി മജീദ് അന്തരിച്ചു. 60 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ലോക സംഗീത ദിനത്തിന്റെ ഭാഗമായി സതിര് സംഗീത സഭയുടെ നേതൃത്വത്തിൽ സംഗീതോത്സവം നടത്തി. സംഗീതോത്സവത്തിന്റെ ഉദ്ഘാടനം സതിര് സംഗീത സഭാ പ്രസിഡന്റ് വയലാ രാജേന്ദ്രൻ നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് ഒല്ലൂക്കര മണ്ഡലം കമ്മിറ്റി തൃശൂർ കോർപ്പറേഷന്റെ പറവട്ടാനി ഗ്രൗണ്ടിന് മുന്നിൽ പ്രതിഷേധ കാൽപന്ത് കളി നടത്തി. 9 വർഷമായിട്ടും ഗ്രൗണ്ടിന്റെ പണി പൂർത്തിയാക്കാത്ത കോർപ്പറേഷന്റെ നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. സാങ്കേതിക സർവകലാശാല NSS പുരസ്കാരത്തിന് 3ാം തവണയും തേജസ് എഞ്ചിനീയറിംഗ് കോളേജ് അർഹമായി. ഇലക്ട്രിക് ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ വിപിൻ കൃഷ്ണയാണ് മികച്ച NSS പ്രോഗ്രാം ഓഫീസർക്കുള്ള പുരസ്കാരം നേടിയത്. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.